ഹായ് എവറിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബിസിനസ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ എന്നത് ഒരു ഫ്ലക്ച്വേഷൻ ആണ്. ദാറ്റ് ഈസ് എക്കണോമിയിൽ വരുന്ന ഉയർച്ചയും താഴ്ചയുമാണ് ബിസിനസ് സൈക്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് ബിസിനസ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. A business cycle refers to the fluctuation in overall economic activity in a country over time. These are not random but occur in a reasonable pattern of expansion and contraction. These cycles affect variables like GDP, employment, income, കൺസെപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ് സൈക്കിൾ എന്നത് എക്കണോമിയിൽ പതിവായിട്ട് കാണപ്പെടുന്ന ഒരു കംപ്ലീറ്റ് ആക്ടിവിറ്റിയുടെ ഫ്ലക്ച്വേഷനാണ്. അതായത് രാജ്യത്തിലെ ഉൽപ്പാദനം, തൊഴിൽ, വരുമാനം എന്നിവയിലെല്ലാമുള്ള വളർച്ചയും താഴ്ചയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ബിസിനസ് സൈക്കിളിനെ എക്കണോമിസ്റ്റുകൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജെഎം കെയ്നസ് എങ്ങനെയാണ് ബിസിനസ് സൈക്കിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നതാണ്. എ ബിസിനസ് സൈക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് പീരിയഡ് ഓഫ് ഗുഡ് ട്രേഡ് ക്യാരക്ടറൈസ്ഡ് ബൈ റൈസിംഗ് പ്രൈസസ് ആൻഡ് ലോ അൺഎംപ്ലോയ്മെന്റ്, ഓൾട്ടർനേറ്റിംഗ് വിത്ത് പീരിയഡ്സ് ഓഫ് ബാഡ് ട്രേഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫാളിംഗ് പ്രൈസ് ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെന്റ്. ഉയർന്ന പ്രൈസും കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റുമുള്ള ഗുഡ് ട്രേഡ് പീരീഡിലും കുറഞ്ഞ പ്രൈസും ഉയർന്ന അൺഎംപ്ലോയ്മെൻറ്റുമുള്ള ബാഡ് ട്രേഡ് പീരീഡിലും ഈ രണ്ട് പീരീഡ്സും ചേർന്നതാണ് ഒരു ബിസിനസ് സൈക്കിൾ എന്നാണ് ജെഎം കെയ്നസ് പറയുന്നത്. അടുത്തത് മിച്ചൽ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സൈക്കിളിനെ പറയുന്നതെന്ന് നോക്കാം. ബിസിനസ് സൈക്കിൾസ് ആർ എ ടൈപ്പ് ഓഫ് ഫ്ലക്ച്വേഷൻ ഫൗണ്ട് ഇൻ ദ അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് നേഷൻസ് ദാറ്റ് ഓർഗനൈസ്ഡ് ദെയർ വർക്ക് മെയിൻലി ഇൻ ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ് സൈക്കിൾ എന്നത് ഫ്ലക്ച്വേഷൻ ആണ്. എങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻ? പ്രധാനമായിട്ടും ബിസിനസ് എൻ്റർപ്രൈസസ് എല്ലാം കൂട്ടിച്ചേർന്ന് രാജ്യത്തിൻ്റെ മൊത്തം എക്കണോമിക് ആക്ടിവിറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഫ്ലക്ച്വേഷനാണ് ബിസിനസ് സൈക്കിൾ എന്ന് മിച്ചൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് സാമുവൽസൺ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. The modern business cycle is the result of the interaction between the multiplier and the accelerator. മോഡേൺ ബിസിനസ് സൈക്കിൾ എന്നത് മൾട്ടിപ്ലെയറും ആക്സിലറേറ്ററും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ് എന്നാണ് സാമുവൽസൺ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മൾട്ടിപ്ലെയർ എന്നും ആക്സിലറേറ്റർ എന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാമുവൽസണിൻ്റെ തിയറിയിൽ നമുക്ക് പഠിക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് ബിസിനസ് സൈക്കിളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് റിക്കറൻ്റ് ആണ്. സോ റിക്കറൻ്റ് എന്ന് പറയുന്നത് ആവർത്തിക്കുക എന്നാണ്. ബിസിനസ് സൈക്കിൾ റിപ്പീറ്റ് ഓവർ ടൈം ത്രൂ നോട്ട് അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. ബിസിനസ് സൈക്കിള് നിരന്തരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇത് സ്ഥിരമായിട്ടുള്ള സമയപരിധിയില്ല. അടുത്ത ഫീച്ചർ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. ദ എക്കണോമി മൂവ്സ് അപ്വേർഡ്, ഇറ്റ്സ് ബൂം ആൻഡ് ഡൗൺവേർഡ് റെസിഷൻ ലൈക്ക് എ വേവ്. ഇത് വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്. ബൂമും റെസിഷനും വേവ്സ് പോലെ സംഭവിക്കുന്നു. affects all sectors. It starts in one sector, usually investment, but it spread across all sectors. എല്ലാ മേഖലയിലേക്കും ഇത് സ്പ്രെഡ് ആവുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നത് ഒരു സെക്ടറിലാണെങ്കിലും ഇത് ടോട്ടൽ എക്കണോമിയിലേക്ക് സ്പ്രെഡ് ആവുന്നു. അടുത്ത പോയിന്റ് ഗ്ലോബൽ ഇമ്പാക്റ്റ്. ഇൻ എ കണക്റ്റഡ് വേൾഡ് ബിസിനസ് സൈക്കിൾ ക്യാൻ ഹാവ് ഇൻ്റർനാഷണൽ എഫക്ട്സ്. ഗ്ലോബൽ ഇമ്പാക്റ്റ് എന്നത് ഗ്ലോബൽ എക്കണോമിയിൽ ഒരു രാജ്യത്തിൻ്റെ ബിസിനസ് സൈക്കിൾ മറ്റൊരു രാജ്യത്തിൻ്റെ ബിസിനസ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യുന്നു. അടുത്തത് ക്യുമുലേറ്റീവ് ആണ്. വൺ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ബിഗൈൻസ്, ഇറ്റ് ടേൺസ് ടു കണ്ടിന്യൂസ് ഫോർ സം ടൈം. അടുത്തത് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഒരു കോൺട്രാക്ഷനോ എക്സ്പാൻഷനോ സംഭവിച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്താൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു പോയിന്റ് നോൺ പീരിയോഡിക് ആണ്. ദ ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഈച്ച് ഫേസ് വേരി ഫ്രം സൈക്കിൾ ടു സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ആണ് ഇത് സിമെട്രിക് അല്ല, പീരിയോഡിക് അല്ല, കൂടാതെ സെൽഫ് റീഇൻഫോഴ്സ്ലി ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഒരു റിതമിക് ആണ്,
ഡിഫറൻഷിയേറ്റഡ് ആണ്. ദാറ്റ് ഈസ് എല്ലാത്തിനെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു ഇൻഡസ്ട്രിയെ അഫക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇത് മറ്റൊരു ഇൻഡസ്ട്രിയെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സൈക്കിളിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫാണ്. എക്സ്പാൻഷൻ, പീക്ക്, റെസിഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ഈ ഒരു 5 സ്റ്റേജ് ചേർന്നിട്ടാണ് ബിസിനസ് സൈക്കിള് ക്രിയേറ്റ് ആവുന്നത്. സോ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്നുള്ളത് എക്സ്പാൻഷൻ ആണ്. ഒരു എക്കണോമിയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഇതിനെ വളർച്ചാ ഘട്ടം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് സമ്പദ് വ്യവസ്ഥ വളരാനായിട്ട് തുടങ്ങുന്നത്. GDP, തൊഴിൽ, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വളരുന്നു. കൺസ്യൂമർ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു. ബിസിനസ് കുറച്ചും കൂടെ കോൺഫിഡൻസി കാണിക്കുന്നു. പ്രൈസ് എന്നത് കൺട്രോളബിൾ ആയിരിക്കുന്നു. സിംപ്ലി പറഞ്ഞാൽ ഇതൊരു ഗുഡ് കണ്ടീഷൻ ആയിരിക്കും. എക്കണോമിയുടെ ഒരു ഗുഡ് കണ്ടീഷനാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അടുത്ത സിറ്റുവേഷനാണ് പീക്ക്. ഇതിനെ മറ്റൊരു പേര് കൂടെ പറയും, ബൂം എന്ന് പറയും. ഗ്രോത്തിൻ്റെ പീക്ക് ലെവലാണ് ഈ ഒരു പീക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഔട്ട്പുട്ട് മാക്സിമം ആയിരിക്കും. ഔട്ട്പുട്ട് മാക്സിമം ആകുന്നത് കൊണ്ട് തന്നെ പ്രൈസും വേജസും എല്ലാം ഹൈയിലായിരിക്കും ഉണ്ടാവുക. കൂടുതൽ ആവശ്യങ്ങൾക്ക് ഓർ എക്സസ് ഡിമാൻഡ് വരുന്നത് കൊണ്ട് തന്നെ ഔട്ട്പുട്ടിന് ഷോർട്ടേജ് സംഭവിക്കുന്നു. ഇതിനെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഈ ഒരു ടൈമിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ബിസിനസ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അൺഎംപ്ലോയ്മെന്റ് എന്നത് വളരെ കുറവായിരിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആയിരിക്കും. സോ സിംപ്ലി പറഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് കണ്ടീഷനാണ്. എക്കണോമിയുടെ ഒരു ബെസ്റ്റ് കണ്ടീഷനാണ് പീക്ക് ലെവൽ അല്ലെങ്കിൽ ബൂം. അടുത്ത ഘട്ടമാണ് റിസഷൻ എന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡിമാൻഡ് കുറയുന്നു. ഉൽപാദനവും വരുമാനവും തൊഴിലവസരങ്ങളും എല്ലാം കുറയുന്നു. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് കുറയുന്നു. ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു. സോ ഇങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷനിൽ ഗവൺമെന്റ് ഇടപെടുന്നു. അങ്ങനെ ഫിസ്ക്കൽ പോളിസിയോ മോണിറ്ററി പോളിസിയോ എല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു. ഇതിനെ സിംപ്ലി നമുക്കൊരു ബാഡ് സിറ്റുവേഷൻ, എക്കണോമിയുടെ ഒരു ബാഡ് സിറ്റുവേഷൻ എന്ന് പറയാം. അടുത്തത് നമ്മൾ നോക്കുന്നത് എക്കണോമിയുടെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. സോ ബാഡിൽ നിന്ന് ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്കാണ് എക്കണോമി പോകുന്നത്. അതിനെയാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ലം എന്ന് പറയുന്നത്. ഏറ്റവും താഴെയുള്ള ഒരു ഘട്ടമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഉൽപാദനം, തൊഴിൽ, ചെലവ് എല്ലാം കുറവായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, കാരണം ബിസിനസ്സിൽ കോൺഫിഡൻസ് ഇല്ല. സോ ഇവഞ്ച്വലി ഈ ഒരു ഡിപ്രഷൻ ഘട്ടം കുറയാൻ തുടങ്ങുന്നു. എങ്ങനെയാണ്? ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, ഡിമാൻഡ് കൂടുന്നു, സർക്കാർ ഇടപെടുന്നു. അങ്ങനെ റിക്കവറി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അടുത്തൊരു സ്റ്റേജാണ് റിക്കവറി. റിക്കവറി സ്റ്റേജിൽ കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടുന്നു. കൺസ്യൂമർ വീണ്ടും സ്പെൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും എല്ലാം കൂടാനായിട്ട് തുടങ്ങുന്നു. ഇതൊരു പുതിയൊരു എക്സ്പാൻഷൻ ഫേസിലേക്ക് വഴിവെക്കുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ആണ്. എക്സ്പാൻഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് റിക്കവറി എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഘട്ടങ്ങളാണ് ഈ ഒരു ബിസിനസ് സൈക്കിളിൽ നമ്മൾ പറയുന്നത്. എക്സ്പാൻഷൻ, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വഴി, എങ്ങനെയാണ്? പോളിസീസ് വഴി ഇത് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.